എല്ലാ തീരുമാനം എടുത്തിരിക്കുന്ന ഇവളെ ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? പെൺമക്കളെ തല്ലി വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ തലയെ കയറ്റി വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ. എല്ലാരും കൂടി അങ്ങ് അനുഭവിക്കുക. ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ തെറ്റൊന്നും ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മഹിയേട്ടനോടൊപ്പം തന്നെ ആയിരിക്കും. രണ്ട് വീട്ടിലെയും പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്ന് മനസ്സിലായപ്പോ വിവാഹം പെട്ടെന്ന് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. വരൻ ഒപ്പിട്ടോളൂ. ഇനി വധുവിനൊപ്പിടാം. രണ്ട് സാക്ഷികൾ ആരൊക്കെയാ? ഞങ്ങളാണ് സാർ. പേരും അഡ്രസ് എഴുതി ഒപ്പിട്ടോളൂ. ശരി സാർ. ഇനി താലി കെട്ടി നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ താലി കെട്ടാം. ആരും കൂടി കേട്ടോ, കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണത കിട്ടട്ടെ. മഹിയേട്ടന്റെയും ശ്രേയയുടെയും വിവാഹ നിശ്ചയത്തിനായി എല്ലാവരും റെഡിയായി നിൽക്കുമ്പോഴാ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഈ വീടിന്റെ മുറ്റത്ത് വന്ന് ഇറങ്ങിയത്. അയ്യോ അമ്മേ, ഇത് കണ്ടോ? മഹിയേട്ടന്റെ വേറെ പെണ്ണിനെ വിവാഹം കഴിച്ചോണ്ട് വന്നിരിക്കുന്നു. എന്താ നാത്തൂനെ ഇത്? ഞാൻ ഇനി എന്റെ മോളെ എന്താ ചെയ്യണ്ടേ? ഇവനുള്ള പെണ്ണാണെന്ന് പറഞ്ഞല്ലേ ഞാൻ എന്റെ മോളെ ഇവിടെ നിർത്തിയിരുന്നേ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? എന്റെ മോളെ ഇനി ആര് വിവാഹം കഴിക്കും? പറ നാത്തൂനെ. നാത്തും പോയി. നീയൊക്കെ ഇനി എന്ത് കാണാൻ നിക്കോ? ഇവളെയും കൊണ്ട് ഈ വീട്ടിൽ കയറാന്നോ ഇവിടെ കഴിയാന്നോ ആരും കരുതണ്ട. നീ ഏതാടി? എന്ത് കൂടോത്രം ചെയ്ത് കൈവശം കൊടുത്തു അടി നീ ഞങ്ങളുടെ മഹിയെ വശീകരിച്ചെടുത്തേ. നിന്റെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. ഈ വീട്ടിൽ കയറാവുന്ന നീ കരുതുക വേണ്ട. അവരുടെ വിവാഹം കഴിഞ്ഞില്ലേ ആന്റി? ഇനി എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? അതെ, കാര്യങ്ങളെല്ലാം സമാധാനമായി സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ
നിങ്ങൾക്കൊക്കെ വെറുതെ അഭിപ്രായം പറഞ്ഞാ മതി. തകർന്നത് എന്റെ ജീവിതവും എന്റെ സ്വപ്നവുമാ. ഇവിടെ ഇങ്ങനെ വഴക്കുമായിട്ട് നിന്നിട്ട് എന്താ കാര്യം? ഇത് നിന്റെ വീടല്ലേ മഹി? നീ അവളെ വിളിച്ചിട്ട് അകത്തേക്ക് കയറ്. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ അമ്മയാ. അമ്മ പറയുന്നതിനപ്പുറം ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല. അതിന് അമ്മ ഒന്നും പറയാതെ അകത്തേക്ക് പോയില്ലേ? നാത്തൂൻ അങ്ങനെ കേറിപ്പോയതേ ഇവരെ അകത്തേക്ക് കയറ്റാൻ ഇഷ്ടമില്ലാത്തോണ്ടാ. ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവളെ വിളിച്ചോണ്ട് ഇറങ്ങി പോ മഹി. മഹി, നമുക്ക് തൽക്കാലം എന്റെ വീട്ടിലേക്ക് പോവാം. അത് കഴിഞ്ഞ് എന്താ വേണ്ട തീരുമാനിക്കാം. ഈ നാട്ടിൽ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ. നീ വാ. നിൽക്ക്. നീ ഇവളെയും വിളിച്ച് വലതുകാല് വെച്ച് അകത്തേക്ക് കയറ്. നിലവിളക്ക് പൂജാമുറി കൊണ്ടുവയ്ക്കും മോളെ. ശരി. നാത്തു ചെയ്തത് ശരിയായില്ല. ഇങ്ങനെ ഒരു ചതിക്ക് നാത്തു കൂട്ടി നിൽക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. അതെ, ഇത് വലിയ ചതിയായി പോയ ആന്റി. അവരെ ഇപ്പൊ തന്നെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ മഹേട്ടനൊന്ന് മാറ്റി ചിന്തിക്കെങ്കിലും ചെയ്താല്. അവൻ മാറ്റി ചിന്തിച്ചാൽ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നത് അവനായിരിക്കില്ല, നമ്മളെല്ലാവരും ആയിരിക്കും. ഈ കാണുന്ന വീടും ഈ സ്വത്തുക്കളും എല്ലാം അവന്റെയാ. വിൽപ്പത്ര പ്രകാരം അവന്റെ ഭാര്യയ്ക്കാണ് എല്ലാത്തിനും അവകാശം കിട്ടുക. വിവാഹം രജിസ്റ്റർ ചെയ്തോടെ വന്നു കയറിവൾ അവന്റെ ഭാര്യയായി കഴിഞ്ഞു. നിയമപരമായി അവൾക്കാണ് ഇനി സ്വത്തുക്കളുടെ അവകാശം. അതുകൊണ്ട് നോക്കിയും കണ്ട് നിൽക്കുന്നതാ നമുക്ക് നല്ലത്. മഹിയുടെ പേരിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും? ആഹാരത്തിന് പോലും ഗതിയില്ലാതെ കഷ്ടപ്പെടും. അത് വേണോ? അപ്പൊ ഇനി ഇവിടെ വെറും അഭ്യർത്ഥികളായിട്ട് ഞാനും അമ്മ നിക്കണമെന്നാണോ ആന്റി പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. തൽക്കാലം എല്ലാം സഹിച്ച് അവരോട് സ്നേഹം അഭിനയിച്ച് നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂ. അവസരം വരുമ്പോൾ നമ്മൾ വേണ്ടത് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണമെന്നാ നാത്തും പറയുന്നേ? അവളെ നമ്മള് മഹിയുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കും. അതെങ്ങനെ? അതിനൊക്കെ അവസരം കിട്ടും. പക്ഷേ നമ്മൾ എതിർത്ത് നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്നേഹം നടിച്ച് അടുത്തുകൂടി നിന്ന അവസരം കിട്ടുമ്പോ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണ്ടത് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായ ആന്റി. ആന്റി പറഞ്ഞതാ ശരി. തൽക്കാലം അവസരം വരുന്നത് വരെ കാത്തു നിൽക്കുന്നതാ നല്ലത്. അന്നു മുതൽ എന്റെ ശനിദശ ആരംഭിച്ചു. മഹിയേട്ടൻ ഒഴികെ ബാക്കി എല്ലാവർക്കും എന്റെ കണ്ണീരായിരുന്നു കാണേണ്ടത്. അവരെല്ലാവരും അതിന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം
അയ്യോ അങ്ങനെയൊക്കെ ചെയ്തോ? അതെ. എന്നിട്ട് ചേച്ചി അത് മഹേട്ടനോട് പറഞ്ഞില്ലേ? മഹിയേട്ടനോട് പലതവണ ഞാൻ സൂചനകൾ കൊടുത്തതാ. പക്ഷെ പലതും എന്റെ സംശയമാണെന്നാ മഹിയേട്ടൻ പറഞ്ഞിരുന്നത്. ഈ സമയത്ത് എന്റെ അച്ഛനും വയ്യാണ്ടായി. എന്തു പറ്റി? അച്ഛന് കിഡ്നി കംപ്ലൈന്റ് ആയി. ആകെ ടെൻഷനിലായ അവസ്ഥയിലായിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടി ആയപ്പോ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. അങ്ങനെ ഒരു ദിവസം അച്ഛന് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഫോൺ വന്നു. അങ്ങനെ ഞാനും മഹേട്ടനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. എന്താ അച്ഛന് പറ്റിയ? മോളും മരുമോനുമാ. ഓ ശരി. എല്ലാവരും ഉള്ള സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ ഓപ്പണായി പറയാം. മിസ്റ്റർ പ്രഭാകരന്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. 2 കിഡ്നിയും പ്രവർത്തനരഹിതമാണ്. ഇനി എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? കിഡ്നി മാറ്റിവെക്കുക മാത്രമാണ് ഏക പോംവഴി. ഇദ്ദേഹത്തിൻ്റെത് AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. മാച്ചിങ് കിഡ്നി ഉടനെ കണ്ടെത്തണം. പെട്ടെന്ന് എങ്ങനെ ഒരു ഡോണറെ കണ്ടെത്തും? ഫാമിലിയിൽ തന്നെ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ആരുടെയും ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവില്ല. ഡോക്ടർ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാണ്. എൻ്റെ കിഡ്നി അച്ഛന് കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്. അതൊന്നും വേണ്ട മകേ. എനിക്ക് പ്രായമായി. ഇനി ജീവിക്കേണ്ടത് നിങ്ങളാണ്. മനുഷ്യന് ജീവിക്കാൻ ഒരു കിഡ്നി ധാരാളമാണ്. കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. എനിക്ക് സമ്മതമാണ് ഡോക്ടർ. എങ്കിൽ ടെസ്റ്റുകൾ ഉടനെ നടത്തണം. സിസ്റ്റർ, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകും. ശരി ഡോക്ടർ. അച്ഛാ, സമാധാനമായിട്ടിരിക്കെ. അച്ഛനൊരു കുഴപ്പം വരില്ല. തൻ്റെ പേരൻസ് എനിക്കും സ്വന്തം തന്നെയാണ്. കിഡ്നി ഡൊണേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാ എങ്ങനെയാ മഹി അത് ശരിയാകുന്നേ? നിനക്ക് ചെറിയ പ്രായമല്ലേ? ഈ പ്രായത്തിലെ ഇത്രയും കോംപ്ലിക്കേറ്റ് ആയ ഒരു സർജറി ഒക്കെ നടത്തിയാ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, ഒരാൾക്ക് ജീവിക്കാൻ ഒരു കിഡ്നിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരെണ്ണം മറ്റൊരാൾക്ക് കൊടുത്താൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ അമ്മേ ഏറ്റവും വലിയ കാര്യം. മഹിയേട്ടന്റെ അമ്മ പറഞ്ഞതെല്ലാം എന്റെ അച്ഛനും പറഞ്ഞു. പക്ഷേ മഹിയേട്ടൻ പറയുന്നത് അമ്മയ്ക്ക് വയ്യാതെ വന്നാലോ അച്ഛന് വയ്യാതെ വന്നാലോ മഹിയേട്ടൻ ഇത് തന്നെ ചെയ്യില്ലേ? അതുപോലെ തന്നെയാ മഹിയേട്ടന് എന്റെ അച്ഛനും. മഹി പറഞ്ഞത് ശരിയാ. നീ ചെയ്യുന്നത് വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാ. അമ്മയ്ക്ക് മോനോടുള്ള സ്നേഹം കൊണ്ടാ അമ്മ ആദ്യം അങ്ങനെ പറഞ്ഞത്. അതും മോൻ കാര്യാക്കണ്ട. നിന്റെ തീരുമാനം തന്നെ ശരി. ഒരു ജീവൻ രക്ഷിക്കാനായാൽ അതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തി ഈ ലോകത്തിൽ വേറെന്താ മോനെ? അതെ അമ്മേ, ഗൗരിയുടെ അച്ഛന് ക്രിട്ടിക്കലാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. ഞാൻ നാളെ തന്നെ അഡ്മിറ്റായ ഓപ്പറേഷന് വേണ്ട പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന ഡോക്ടർ പറഞ്ഞത്. ശരി മോനെ, നടക്കട്ടെ. എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. ആ സമയത്ത് ദേവയാനി അങ്ങനെ പറഞ്ഞെങ്കിലും അവരുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു.
രാഹുൽ, എന്താ ശ്രേയ? എനിക്ക് രാഹുലിന്റെ ഒരു ഹെൽപ്പ് വേണം. രാഹുലിന്റെ അമ്മയ്ക്കും താല്പര്യമുള്ള ഒരു കാര്യമാ. ഞാനെന്ത് ചെയ്യാന്? അല്ലെങ്കിൽ തന്നെ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എനിക്കെന്താ പ്രയോജനം? എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ വളർത്തുമകനും സഹോദരിയുടെ മക്കളൊക്കെ വലുത്. നിങ്ങൾക്കൊക്കെ വേണ്ടി അമ്മ എന്തും ചെയ്യും. പക്ഷേ സ്വന്തം മക്കളായ എനിക്കോ രേഷ്മയ്ക്കോ വേണ്ടി അമ്മ ഒന്നും ചെയ്യില്ല. അതൊക്കെ രാഹുലിന് വെറുതെ തോന്നുന്നതാ. അതെന്റെ തോന്നലൊന്നുമല്ല. അമ്മയ്ക്ക് മഹിയാ വലുത്. അമ്മ മഹിക്ക് വേണ്ടിയാ എല്ലാം ചെയ്യുന്നത്. ഞാൻ വെറുതെ നിനക്ക് സഹായം ചെയ്യാൻ നിന്ന് എന്റെ സമയം കളയാന്നല്ലാതെ ഒരു കാര്യമില്ല. കാര്യം ഉണ്ടായാലോ? കാര്യമുണ്ടെങ്കിൽ ആലോചിക്കാം. കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താ രാഹുലിന് ആവശ്യമുള്ള ക്യാഷ് ഞാൻ തരാം. അതിന് നിന്റെ കയ്യിൽ എവിടെന്നാ പണം? ഞാൻ ഈ വീട്ടിൽ വന്നത് എന്തിനാണെന്ന് രാഹുലിന് അറിയാലോ. ആന്റി എന്റെയും മഹേട്ടന്റെ വിവാഹം നടത്തി തരാന്ന് വാക്ക് തന്നിട്ടുള്ളതാ. അത് പാലിക്കാൻ പറ്റാത്തതിന്റെ നല്ല വിഷമം ആന്റിക്കുണ്ട്. അതേ കാരണം കൊണ്ട് തന്നെ ഈ സമയത്ത് ആന്റിക്ക് വേണ്ട സഹായങ്ങള് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം എന്നെ കൊണ്ടുണ്ടെങ്കിൽ അത് ശ്രേയ പറയേണ്ട കാര്യമുണ്ടോ? അതെന്റെ അമ്മയ്ക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? അങ്ങനെയല്ല, ഇത് എന്റെ ആവശ്യമാ. ഇത് നേടിയെടുക്കാൻ ആന്റി എന്നെ സഹായിക്കും. കാരണം മഹേട്ടന് ഗൗരിയെ വിവാഹം കഴിച്ചത് ആന്റിയുടെ സമ്മതത്തോടെ അല്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാ ശ്രേയ പറഞ്ഞു വരുന്നത്? ഗൗരിയെ മഹേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ രാഹുല് വേണ്ട സഹായങ്ങള് എനിക്ക് ചെയ്തു തരണം. ഞാൻ മഹേട്ടന്റെ ഭാര്യയായ പിന്നെ രാഹുലിന് പണത്തിന്റെ കാര്യത്തിലോ സ്വത്തിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട. എത്ര വേണമെങ്കിലും ഞാനത് തന്നിരിക്കും. കൂടുതൽ ആലോചിക്കാനോ ഇതിനെക്കുറിച്ച് ഇനി ആന്റിയോട് സംസാരിക്കാനോ നിൽക്കണ്ട. രാഹുല് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം ഞാൻ ആന്റിയോട് പറഞ്ഞോളാം. എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവുന്ന കാര്യമല്ലേ? എന്താ അതിൽ ഇത്ര ആലോചിക്കാനുള്ള? ശരി, നിങ്ങളുടെയൊക്കെ ആവശ്യം നടന്നു കഴിയുമ്പോ എന്നെ തഴയരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് രാഹുൽ ഉറപ്പിച്ചോ? ഇത് ശ്രേയയുടെ വാക്ക. മഹി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനോ അയാൾക്ക് കിഡ്നി കൊടുക്കാനോ പാടില്ല. അതെ, അവര് തമ്മിൽ ഒരു തരത്തിലും ചേരരുത്. മഹിയോട് ഗൗരിയുടെ വീട്ടുകാർക്കും ഗൗരിക്കും ദേഷ്യം തോന്നിയ മഹിയും ഗൗരിയും തമ്മിൽ അകറ്റാൻ നമുക്ക് എളുപ്പമായിരിക്കും. മഹേട്ടനുമായി അവരെല്ലാവരും പിണങ്ങണം. മഹേട്ടൻ ഗൗരിയെ ഉപേക്ഷിക്കണം. മഹേട്ടന്റെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലുണ്ടാവണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ അതുപോലെ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എല്ലാവരും ഒരുമിച്ച് നിന്നാ നമ്മുടെ പ്ലാൻ ജയിക്കും, അതുറപ്പാ. മോളെത്തിയോ? മഹി എവിടെ? മഹിയേട്ടൻ വരുന്നേ ഉള്ളൂ അമ്മേ. ആണോ? ഇന്ന് അഡ്മിറ്റ് ആകേണ്ട ദിവസമല്ലേ? അതെ, അതുകൊണ്ടാ മഹിയേട്ടൻ ലേറ്റ് ആവുന്നേ. ഓപ്പറേഷൻ കഴിഞ്ഞാ മഹിയേട്ടനും കുറേ ദിവസത്തെ റെസ്റ്റ് വേണ്ടി വരില്ലേ. അതുവരെ ഷോപ്പിലെ കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ വേണ്ടതെല്ലാം അറേഞ്ച് ചെയ്തിട്ടേ മഹിയേട്ടൻ വരൂ. ശരിക്കും ഗൗരി മഹിയെ വിവാഹം കഴിച്ച് നന്നായി. അമ്മ പറഞ്ഞത് കേട്ട് അന്ന് ആ ദിലീപിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ആകെ പ്രശ്നമായനെ. അവൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്ന് അന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ. എന്റെ മോളുടെ മനസ്സ് നല്ലതാ. അതുകൊണ്ട് ഈശ്വരൻ അവൾക്ക് നല്ലതേ വരുത്തു. അതാണ് എല്ലാവരും ഒന്ന് തീർത്തിട്ടും മഹിയെ വിവാഹം കഴിക്കാൻ വിധിയുണ്ടായത്. അതുകൊണ്ട് നമുക്കിന്നൊരു നല്ല മരുമകനെ കിട്ടിയില്ലേ? അതെ, നീ ആയിരുന്നു മോളെ ശരി. അന്ന് അമ്മ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്രഭേട്ടനെ രക്ഷിക്കാൻ ആരും ഉണ്ടാവുമായിരുന്നില്ല. മഹി ഡ്രൈവ് ചെയ്ത് വരുമോ? കാർ ഇവിടെ വെറുതെ കൊണ്ടുവിടണോ? ഞാൻ വേണമെങ്കിൽ പോയി പിക്ക് ചെയ്യാം. നീ ഒന്ന് മഹിയെ വിളിച്ച് ചോദിച്ചേ.
വേണ്ട, മഹിയേട്ടൻ ഒറ്റയ്ക്കല്ല. മഹിയേട്ടന്റെ ഫ്രണ്ട് അരവിന്ദും കൂടെ ഉണ്ടാവും. ആണോ? എന്നാ കുഴപ്പമില്ല.